ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൽ മധുശ്രീയും ചന്ദ്രബോസും കൂടെ വിഷ്ണുവിനെക്കുറിച്ചൊക്കെ ശാലിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മധുശ്രീ പറയുകയാണ്, ഇന്നത്തോടുകൂടി അവൻ്റെ ജീവിതം കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചാണ്. എന്ത് പറയാനാ, വീണ്ടും ദൈവം അവന് ആയുസ് നീട്ടിക്കൊടുത്തല്ലോ എന്ന് പറയാണ്. അവിടെ ചന്ദ്രബോസ് പറയാണ്, നമ്മളൊരു ചെറിയ വെടി പൊട്ടിച്ചു, അത് പാളിപ്പോയെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മധുശ്രീ പറയാണ്, എന്നെ കുറേ മോഹിപ്പിച്ചിട്ടുള്ള വിഷ്ണു, അപ്പോൾ ആ വിഷ്ണു തന്നെ മരിച്ചിട്ട് ആ വിഷ്ണുവിൻ്റെ വിഷം അറിയിച്ച് ജീവിക്കുന്ന ശാലിനെ കാണാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്ത് പറയാനാ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് മോർച്ചറി ജീവനക്കാരൻ അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, താനെന്താ എവിടെയെന്ന് ചോദിക്കും. പറയും, മാഡം എൻ്റെ ജോലി പോകുമെന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറ്റി, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയുവാണ്, ഇന്നലെ കളക്ടർ മേഡം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രബോസ് പറയണ, കണ്ടില്ലേ അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, എങ്ങനെ ഇറങ്ങാതിരിക്കുക, അവിടെ പ്രാണൻ്റെ ജയിലിൽ കിടക്കുന്നത്, അവനെ രക്ഷിച്ചല്ലേ അവൾക്ക് പറ്റൂ. എന്നിട്ട് താനെന്തായാലും വിടുവായിത്തരം പറഞ്ഞോ എന്ന് ചോദിക്കും. പറയും, ഇല്ല ഞാനൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല, അവരെന്താ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, വന്നത് രാമേട്ടനും ശാലിനിയും കൂടാണ്. എന്നിട്ട് ചോദിച്ചു, പ്രിയ എന്ന് പറയുന്ന ആളുടെ ബോഡിക്ക് എന്താ സംഭവിച്ചത്, കളക്ടറായ ഞാൻ തന്നെ ഈ കേസിൽ ഇടപെട്ടപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായല്ലോ എന്നൊക്കെ പിന്നെ പറഞ്ഞ് കള്ളം പറയാൻ വല്ല ഉദ്ദേശമുണ്ട്, തൂക്കിയെടുത്ത് ഞാൻ ജയിലിലിടുമെന്ന്. അപ്പോഴേക്കും പറയുവാണ്, ഇങ്ങനെ രണ്ടുപേരനെ കാണാൻ വന്നു. എന്നോട് ചോദിച്ചു, പ്രിയ എന്ന് പറയുന്ന ആളുടെ ആക്സിഡൻറ്റ് മരിച്ച് പ്രിയയുടെ ബോഡി വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോഴത്തേക്കും ശാലിനി ചോദിക്കാൻ, എന്താ ഇവിടെ ബോഡി വിൽപ്പന വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല മേഡം, ഇത് വന്ന് ഭീഷണിപ്പെടുത്തി അവർ ബോഡി കൊണ്ടുപോകായിരുന്നു എന്ന് പറയാം. എന്നിട്ട് താൻ ഇതെന്താ പോലീസ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറഞ്ഞാൽ അവരെന്നെ അതുപോലെ ഭീഷണിപ്പെടുത്തിയിരുന്നു മേഡം എന്ന് പറയുകയും ചോദിക്കുകയാണ്, ഈ വന്ന ആൾക്കാരെ ഇനിയും കണ്ട തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അങ്ങനെ തിരിച്ച് ശരിക്കും അറിയത്തില്ല, എങ്കിലും ഒരാൾക്ക് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നു പറയും. അപ്പോൾ പോലീസുകാരാണോന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൊന്നും അല്ല, അല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു, ഒരാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ശാലിനി ചോദിക്കും, വന്ന ആളുടെ കൂടെ പേടിയില്ലായിരുന്നു ചോദിക്കും. അപ്പോൾ പറയും, ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കും രാമേട്ടൻ പറയും, മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ രാമേട്ടൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും പറയും, ഉണ്ടായിരുന്നു മേഡം, ഒരു ലേഡി ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ സത്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞെങ്കിൽ തനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, എന്തായാലും സത്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞ്, ഇനി അവർ തന്നെ കാണാൻ വരുവാണെങ്കിൽ അവരുടെ വീഡിയോയും ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം, എന്താ ചെയ്യാൻ പറ്റും, തരാം മേഡം എന്ന് പറയാണ്. ഇത്രയാണ് അവിടെ നടന്നതെന്ന് ചന്ദ്രബോസിനോട് ആ മോർച്ചറി ജീവനക്കാരൻ പറയാം. എന്നിട്ട് പറയാണ്, CBI ചോദിക്കുന്ന പോലെ തിരിച്ചു മറിച്ച് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ രണ്ടുപേരെയാണ് ആ മേഡത്തിന് സംശയം, ഇനി ഇതുപോലെ വന്നാൽ എനിക്ക് ചിലപ്പോൾ സത്യം പറയേണ്ടി വരും, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. മത്സരി പറയാണ്, തൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് വരും, താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ര പൈസ ആയിരിക്കും വരുന്നത്, അതിനുശേഷം ഞങ്ങളെ കണ്ട തിരിച്ചറിയുമെന്ന് ചോദിക്കും. ഇല്ല മേഡം എന്ന് പറയും. അപ്പം ചന്ദ്രബോസ് പറയാം, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയും. അപ്പം ഈ മോർച്ചറി ജീവനക്കാരൻ പറയാണ്, ജീവിക്കണ്ടേ സാറേ എന്ന് പറയാണ്. അങ്ങനെ പൈസ കൊടുത്ത് ആ ആളെ വിലയ്ക്ക് എടുക്കുവാണ് ഇവർ. എന്നിട്ട് പറയാണ്, താൻ പ്രതീക്ഷിക്കാത്തത്രയും പണമായിരിക്കും വരുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ മാത്രമേ അവരോട് റിപ്ലൈ, ഇനി ഞങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയത്ത് പോലും ഇല്ലാത്ത രീതിയിൽ വേണം പറയാൻ. വാങ്ങിയതിന് ശേഷം ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെയും തൻ്റെ കുടുംബത്തിനെ പിന്നെ ജീവനോടെ വെച്ചേക്കത്തില്ലെന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നുണ്ട്, മോർച്ചറി ജീവനക്കാരൻ പറയുകയാണ്, ഇനി അങ്ങനെ വരത്തില്ല, അത് അത്രേ ഉള്ളൂ, നിങ്ങൾ പറയുന്ന പോലെ ഉള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, താൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ തൻ്റെ അക്കൗണ്ടിൽ കാശ് വരുമെന്ന് പറയാണ്. അത്രയും പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ചന്ദ്രബോസും മധുശ്രീയും കൂടെ നിൽക്കുമ്പോഴേക്കും ചന്ദ്രബോസ് പറയണത്, എത്രയും വേണം കാർത്തി എവിടെ നിന്ന് മാറ്റണം എന്ന് പറയാണ്. ശാലിനി മണത്ത് അടുത്തെത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഓരോ നീക്കങ്ങളും സൂക്ഷിച്ച് വേണം. അങ്ങനെ കാർത്തിയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മധുശ്രീ. പിന്നീട് കാണിക്കുന്ന കളക്ടറേറ്റ് ഇരിക്കുന്ന ശാലിനിയാണ്. അവിടെ ശാലിനിയും അനുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനുമാണ് പറയുന്നത്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ മോർച്ചറി ജീവനക്കാരൻ ഒരു ഫ്രോഡ് തന്നെയാണ്, നമ്മളിവിടെ പോയതിന് ശേഷം അവർ നേരെ ചെന്നത് ശ്രീയും ചന്ദ്രബോസിനെ കാണാനാണ്, നമ്മളവർ ചാരന്മാരെ നിർത്തി നന്നായി എന്ന് പറയാണ്. അപ്പോൾ ശാലിനി പറയണം, അതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പൈ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടി എന്നൊക്കെ പറയാണ്. കുപ്പിയും പണം കൊണ്ട് അയാൾ എന്നും ചെയ്യുന്ന ക്യാരക്ടറാണ്. അവർ കൊണ്ടുപോയി കത്തിച്ചത് പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡി തന്നെയാണ്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. വിഷ്ണുവേട്ടനെ എങ്ങനെയും അകത്താക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. മരിച്ചത് പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെന്ന് നമ്മൾ തെളിയിച്ചെങ്കിൽ നമ്മൾ കേസ് ചെയ്യും. കേസ് ഒന്നും കൂടെ കുത്തിപ്പൊക്കെങ്കിൽ മാത്രമേ നമുക്കിനിയും കാര്യമുള്ളൂ. അവരുടെ വീട്ടുകാർ ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് എങ്ങനെ അന്വേഷിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അനുപല്ലവിയോട് ശാലിനി ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയണം, ആ അച്ഛന് പഴയ പോലത്തെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല, പരാതിയും കാര്യങ്ങളൊന്നുമില്ല എന്ന് അനുപല്ലവി പറയുകയാണ്. അപ്പോഴേക്കും ശാലിനി പറയാണ്, എങ്കിൽ ചന്ദ്രബോസ് അയാളെ കയ്യിലെടുത്തിട്ടുണ്ട്, അതാണ് പണമോ അല്ലെങ്കിൽ ഭീഷണിയോ എടുത്തി അവരെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ആ അച്ഛൻ അങ്ങനെയൊക്കെ ആയത് എന്ന് പറയാണ്. അപ്പോഴേക്കും ചോദിക്കുകയാണ്, ഇനി ഈ മരിച്ച പെൺകുട്ടിക്ക് സഹോദരിമാരും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ 2 സഹോദരിമാരും കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോഴേക്കും പറയാണ്, അത് തന്നെ കാരണം പോയി ഇനി ബാക്കിയുള്ളവരെയും കൂടെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ആ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഭീഷണിയോ പണമോ സ്വാധീനിച്ച് ആ അച്ഛനെ അവർ ഒതുക്കിയിട്ടുണ്ട്. ബോസ് എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനലാണ്, ഇയാളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഇയാളെ ഒതുക്കുക തന്നെ ചെയ്യണം.
ചെയ്യണം. ഒന്നെങ്കിൽ നിയമത്തിന് മുന്നേ ഇയാളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്വയം വെച്ച് അയാൾ കീഴടങ്ങണം. എന്തായാലും സ്വയം വെച്ച് അയാൾ കീഴടങ്ങത്തൊന്നുമില്ല, നിയമത്തിന് മുന്നിൽ തന്നെ ഇയാളെ കൊണ്ടുവരണം എന്നൊക്കെ ശാലിനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മധുശ്രീയുടെ ആൾക്കാർ കാർത്തികയെ ഇങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സർവീസിൽ പ്രകാശനെ കാണുന്നുണ്ട്. പ്രകാശനെ കണ്ടിട്ട് കാർത്തികയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രകാശൻ ഇത് കാണുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പ്രകാശൻ കാർത്തികയെ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് തമ്മിൽ വേഗം കണക്റ്റ് ആകാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ആ പ്രകാശം അനുവല്ലഭിയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അപ്പോഴേക്കും പറഞ്ഞാൽ കാർത്തിക ഇങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന കണ്ടു, എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും പറയാണ്, എന്തായാലും അവിടുത്തെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചു, ഞങ്ങൾ പുറകെ വരുന്നുണ്ട്, വണ്ടി കൺമുന്നിൽ തന്നെ ഇല്ലെന്ന് ചോദിക്കണം. ആ കൺമുന്നിൽ തന്നെ ഉണ്ട്, ഞാൻ ഫോളോ ചെയ്തോളാം, അപ്പോൾ ഞങ്ങളും വരുവാന്നുള്ള രീതിയിൽ ശാലിനി അനുവല്ലഭിയും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാണ്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാർത്തിക ഇങ്ങനെ ഒരുമാതിരി ഉറക്കം വരുന്ന പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. കാർത്തിക ഇങ്ങനെ ഉറക്കക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും കുറേ ദൂരം പോകുമ്പോഴേക്കും ഒരു കരിക്ക് കട കാണുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്കൊരു കരിക്ക് കുടിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ്. എന്തായാലും ഇവൾ ഉറക്കമാണല്ലോ, നമുക്കൊന്ന് കരിക്ക് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവരെ കാർത്തിക നന്നായിട്ട് ഉറങ്ങുവാണ്. അവർ പോയി കരിക്കൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനുമാണ് കാർത്തിക പതിയെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും വണ്ടിയുടെ അടുത്ത് ആരുമില്ല. അപ്പോഴേക്കും കാർത്തികയുടെ കയ്യിലെ കെട്ടൊക്കെ ഇങ്ങനെ മാക്സിമം കാർത്തിക ഇങ്ങനെ കെട്ടഴിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ്. ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോഴത്തേക്കിനും ഈ ഗുണ്ടകൾ ഇത് കാണുന്നുണ്ട്, പ്രകാശനം കാണുന്നുണ്ട്. അപ്പോഴേക്കും ശാലിനി അനുവല്ലവിയും രാമേട്ടനും എല്ലാം കൂടെ അവിടെ വന്നിട്ടുണ്ട്. കാർത്തിക അതേ അങ്ങോട്ട് ഓടിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങോട്ട് തന്നെ അല്ലേ ഓടിയെന്ന് രാമേട്ടൻ ചോദിച്ചിട്ട് ഇവർ ഓടുവാണ്. ഗുണ്ടകളും കാർത്തികയും തമ്മിലാണ് ഏകദേശം അടുത്തുള്ളത്. ഇവരൊക്കെ പുറകെ വരുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ ദൂരം ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പൊളിഞ്ഞ പോലെ ഒരു കുളിമുറിയും ഒരു കിണറുള്ള സ്ഥലം കാണുന്നുണ്ട്. അവിടേക്ക് വേഗം നിന്ന് കാർത്തിക ഈ കുളിമുറിക്കകത്ത് കയറി വിളിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ ഗുണ്ടകളൊക്കെ പോയി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാർത്തിക ഈ കുളിമുറിക്കകത്ത് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് വീണ്ടും ഓടുമ്പോഴത്തേക്കിനും ഗുണ്ടകളിൽ ഒരാൾ കാണുവാണ്. ആ ആളുടെ തോക്കുണ്ട്. ആ ഗുണ്ട പറയുന്നുണ്ട് ഓടരുത്. എന്നിട്ട് കാർത്തിക ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും ഓടി വേഗം കാർത്തികയെ വെടിവെക്കുകയാണ്. വെടിവെക്കുമ്പോൾ കാർത്തികയിട്ട് കൊണ്ടിട്ട് കാർത്തിക നേരെ ഈ കിണറ്റിലേക്ക് വീഴുമ്പോഴത്തേക്കിനും ഇങ്ങനെ വെള്ളം ഓളം അടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കിനാണ് ഈ ശാലിനിയും രാമേട്ടനൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും ഓളം തള്ളി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേനുമാണ് ഒരാൾ ശാലിനിയും രാമേട്ടനൊക്കെ വരുന്നത് കാണുന്നത്. അപ്പോഴേക്കും പറയാണ്, വേണ്ട നമുക്ക് പോയേക്കെ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ്. വീണ്ടും അവർ ആ തോക്ക് പിടിച്ച ആളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പറയുക, നമുക്ക് പോയേക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവർ പോവുകയാണ്. പക്ഷേ കൂടെയൊക്കെ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ കിണറ്റിനകത്ത് വീണെന്ന് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവർ നോക്കുന്നേ ഇല്ല. അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊമോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കമൻറ്റുകളൊന്നും പറഞ്ഞേക്കണേ എങ്ങനെയുണ്ട് ചാനൽ പ്രൊമോന്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് സീരിയൽ കാണാൻ മറക്കല്ലേ. അടുത്തൊരു പ്രൊമോ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.